നല്ല മയക്കാറാണല്ലോ, നമുക്കൊരു കുളിക്കാൻ പോയാലോ? കുളിക്കാൻ പോവാ. ഇപ്പല്ലേ വിളിക്കണ്ടേ? എന്നാല് ശരിയാക്കി തണുപ്പിച്ചാലേ ഒന്നുകൂടി തണുപ്പുമ്പോ തണുപ്പ്. ഓക്കെ സെറ്റ്. നമ്മൾ അജ്മൽ പറഞ്ഞ് കുളിക്കാൻ പോവാന്ന് അന്നേരം കുളിപ്പിക്കുന്നേ. ഇനി ഓർമ്മകളായിരിക്കും. ഈ വരുന്ന ഓനക്ക് വൻ ഓർമ്മകൾ ഞാൻ സമ്മാനിക്കും. കുളിപ്പിക്കല്ലേ? മണ്ണിലേക്കുള്ള യാത്ര. അതെ അതെ അതെ. കളത്തിലായാലും അജ്മൽ ഒന്നാം കളി. ശക്തമായ മലവെള്ളപ്പാച്ചില്. അപ്പൊ നമ്മളെന്താക്കി, കുളി തൽക്കാലം ക്യാൻസലാക്കി. നമ്മളെപ്പോഴും ആവേശത്തിനും ആഘോഷങ്ങൾക്കും അപ്പുറം വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ മഴ കുറച്ച് മുന്നേ ശക്തമായി പെയ്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊലിക്കുന്നുണ്ട് ഈ പുഴയെന്ന്. അപ്പോൾ ഈ പുഴയെന്നല്ല കുളിക്കാൻ ഉദ്ദേശിച്ചത് ഉണ്ടെങ്കിൽ തൽക്കാലം കുളി ക്യാൻസലാക്കി. ഓക്കെ, അതുകൊണ്ട് എന്താക്കുക, കുളിക്കാൻ വരുന്നതെല്ലാം ശ്രദ്ധിക്കുക. ആവേശത്തിന് മഴക്കാലത്തൊന്നും ഉണ്ടാക്കരുത്, കുളിക്കാൻ ഇറങ്ങരുത്. അതാ പറയാനല്ലേ. അപ്പോൾ നമ്മൾ തൽക്കാലം കുളി ക്യാൻസലാക്കി. നല്ല ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലെല്ലാം കാണുന്നതുകൊണ്ട് നമ്മളെന്താക്കുക, ഈ അവസരം കുളിക്കാതിരിക്കുക. ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക. നമ്മൾ മടങ്ങാണ്, അത് വേറെ വിഷയം. അസീബേ, ഞാൻ പറയാണ്, നമ്മൾ ആഘോഷിക്കണം, സന്തോഷിക്കണം, എല്ലാം വേണം. പക്ഷെ വിവേകത്തോടെ വേണം. ഇപ്പൊ മഴ ശക്തമായി പെയ്യുന്ന വെള്ളം കൂടുന്ന സമയം വെള്ളം ഉയർന്നു വരും. അപ്പോൾ എന്താക്കുക, ഇങ്ങനത്തെ അവസരങ്ങളിൽ ഇങ്ങോട്ടേക്ക് പരമാവധി വരാതിരിക്കുക, കുളിക്കാനൊന്നും വരാതിരിക്കുക. ആഘോഷങ്ങളോ അതെല്ലാം എന്താ ആവേശത്തിലേക്ക് പോകാതിരിക്കുക. വിവേകത്തോടെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പറയാനല്ലേ. അതുകൊണ്ട് കുളി ക്യാൻസലാക്കി ഒരു ചായ കുടിച്ചിട്ടുണ്ടാകും, നമ്മൾ മടങ്ങും. ഇതെന്താ ഫുട്ബോളിലേക്കാണ് രാത്രി അർജന്റീന കളിയാണ്. ഓക്കെ, ചായ കുടിക്കട്ടെ. അങ്ങനെ ഒരു മഴയാത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത മഴയാത്ര വരും കേട്ടോ. ചായ കുടിച്ചില്ല? അയ്യോ, ചായ കുടിക്കാം. അൽഹംദുലില്ലാ, അങ്ങനെ ഇന്നത്തെ ചായയും കഴിഞ്ഞ് അജ്മലിന്റെ കൂടെ ഒരു ചായ വൈകുന്നേരം മാപ്പിയാ എല്ലാവരും ഉണ്ട്.